നമസ്കാരം, ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരുടെ രാജ്യവ്യാപക സമരം. രാവിലെ 6 മുതൽ 24 മണിക്കൂർ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കുറ്റവാളികളെ ശിക്ഷിക്കുകയും ഡോക്ടർമാർക്ക് ജോലി ചെയ്യാൻ സുരക്ഷിത മേഖലയൊരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും തിരൂരിൽ IMAയും IDAയും ചേർന്ന് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധ ചോല സംഘടിപ്പിച്ചു. താനൂർ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി PP മുസ്തഫയെ തെരഞ്ഞെടുത്തു. 30ാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച UDF അംഗമാണ് മുസ്തഫ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA മലപ്പുറം ജില്ലാ കമ്മിറ്റി അധ്യാപകരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു. മരം മുറിക്കുന്നതിനിടെ മരം പൊട്ടി കിണറ്റിൽ വീണ് മരം വെട്ട് തൊഴിലാളി മരിച്ചു. വളവന്നൂർ കന്മനം അമ്പലപ്പാറ ചെറുവാര അബ്ദുൾ അസീസാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. കേരളത്തിനകത്തും പുറത്തും പരന്നു കിടക്കുന്ന പ്രാചീന കുടുംബങ്ങളിലൊന്നായ നെടിയോടത്ത് കുടുംബ കൂട്ടായ്മയുടെ സ്നേഹസംഗമം ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച സംഘടിപ്പിക്കും. പുല്ലൂരാൽ നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന സംഗമം മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ശതാബ്ദി നിറവിൽ നിൽക്കുന്ന തിരൂർ സർവീസ് സഹകരണ ബാങ്ക് 100ാം വാർഷികാഘോഷങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാകും. വൈകിട്ട് 3 മണിക്ക് ഓല വിദ്യാലയം കോൺഫറൻസ് ഹാളിൽ കുറുക്കോളി മീനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. വയനാട് ദുരിതബാധിതർക്ക് കൈത്താങ്ങായി CITU ബസ് തൊഴിലാളി യൂണിയൻ തിരൂർ ഏരിയ കമ്മിറ്റി. ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 10 ബസ്സുകളാണ് തിരൂരിൽ നിന്നും സർവീസ് നടത്തുന്നത്. അനുബന്ധമായി ബസ് സ്റ്റാൻഡിൽ സംഗീത വിരുന്നും സംഘടിപ്പിച്ചു. തൃക്കണ്ടിയൂർ സെൻട്രൽ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച് 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. തിരൂർ സാംസ്കാരിക സഹകരണ സംഘത്തിന്റെ ആദ്യ പ്രസാധക സംരംഭമായ പ്രശസ്ത നോവലിസ്റ്റ് സുഹറ കൂട്ടായിയുടെ നോവൽ കോന്തലയിൽ കെട്ടിയ ചാർമിനാറുകൾ പ്രകാശനം നടത്തി. തിരൂർ തുഞ്ചൻപറമ്പിൽ നടന്ന ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും പ്രശസ്ത സാഹിത്യകാരനുമായ അശോകൻ ചെരുവിൽ പ്രകാശനം നിർവഹിച്ചു. മയക്കുമരുന്ന് കടത്ത് അടിപിടി കേസുകളിലെ പ്രതിയായ തിരൂർ BP അങ്ങാടി സ്വദേശി പൂക്കയിൽ വീട്ടിൽ ഷെബിനെ കാപ്പ നിയമം ചുമത്തി നാടുകടത്തി. 6 മാസക്കാലത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിറമേദൂർ പാലിയേറ്റീവ് കെയറിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. നിറമേദൂർ പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് MK കാസിം ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CMC ഖാദർകുട്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.